നമ്മുടെ ആലപ്പുഴയിൽ മത്സരം തീപാറും. ശക്തമായ ത്രികോണ മത്സരത്തിന് സാധ്യത തെളിഞ്ഞിരിക്കുകയാണ്. ശോഭാ സുരേന്ദ്രനാണ് ആലപ്പുഴയിലേക്ക് എത്തിയിരിക്കുന്നത്. നമസ്കാരം. ഗുഡ് മോർണിംഗ്. മോർണിംഗ്. ചായ കുടിച്ചിട്ടാണ് ഇറങ്ങിയത്? ചായ കുടിക്കണ്ടെന്നല്ലേ പറഞ്ഞത്? അങ്ങനെ പറഞ്ഞു. പൊളിച്ചു. അല്ല, ശ്രീമാൻ അരുൺ വരുന്നുണ്ട്, അത് കാരണം കൊണ്ട് ചായ കുടിക്കണ്ട, ചായ അരുണിന്റെ കൂടെ തരും എന്നാണ് ഞാൻ അറിഞ്ഞത്. ഇത് പറയരുത്. എന്താ പറഞ്ഞത്? നമ്മൾ ഡ്രാമയായിട്ട് അവതരിപ്പിക്കുകയാണ്. അതായത് ഇങ്ങോട്ട് വന്നിട്ട് നമ്മൾ ചായ കുടിക്കാം. അപ്പൊ ഞാൻ ചോദിക്കും, എന്താണ് ശോഭാ സുരേന്ദ്രൻ ചായ കുടിച്ചോ? ഓ, ഞാനത് മറന്നുപോയി എന്ന് പറയുന്നത്. അങ്ങനെ ഡ്രാമയുള്ള ഒരാളല്ലല്ലോ ഞാൻ. അല്ല, ഞാനും അല്ല. അപ്പോൾ നമ്മളങ്ങനെ തുടരുന്നു. അപ്പോൾ നമ്മൾ ഓപ്പണായി കാര്യങ്ങൾ തുറന്നു പറയാൻ പോവാണ്. ഓക്കെ, ഞങ്ങൾ കുതിരപ്പുറത്താണ് യാത്ര തുടങ്ങിയത്. അപ്പോൾ നമ്മൾ കോട്ടയത്തും തുടങ്ങിയ യാത്രയാണ്. നമ്മൾ കേരളത്തിൽ ഓൾമോസ്റ്റ് 15 മണ്ഡലങ്ങൾ പൂർത്തിയാക്കി. ഇപ്പോൾ ജാക്കിക്ക് കാര്യങ്ങളൊക്കെ അറിയാം, കേരള രാഷ്ട്രീയത്തിൻ്റെ മാറ്റങ്ങളൊക്കെ അറിയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ചായ കുടിച്ചാലോ? ഇവിടെ വന്നിട്ട് ആലപ്പുഴയിൽ നേരത്തെ ഈ കോഫിയിൽ ഈ നമ്മൾ പോകുന്ന ഹോട്ടലിൽ വന്നിട്ടുണ്ടോ? ഇല്ലല്ലോ. വന്നിട്ടുണ്ട്. ഞാൻ മഹിളാ മോർച്ചയുടെ സംസ്ഥാന പ്രസിഡന്റായിട്ട് 2 തവണ കേരളത്തിൽ പ്രവർത്തിച്ച ഒരാളല്ലേ. അപ്പൊ എല്ലാ ജില്ലകളിലും നമുക്ക് നല്ല ബന്ധമുണ്ട്. ഓക്കെ. അപ്പോൾ ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴയിലേക്ക് എത്തുന്നതോടുകൂടി നേരത്തെ പറഞ്ഞു കേട്ട എല്ലാ ചിത്രവും മാറുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ശക്തമായ ത്രികോണ മത്സരത്തിന് കളമൊരുങ്ങി എന്നാണ്. എനിക്കും ജാക്കിയുടെ കുതിരക്കുളമ്പടി ഒച്ച എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ഒരു വലിയ മാറ്റമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം എപ്പോഴും പറയാറുണ്ട്, ചില ശബ്ദങ്ങൾ പോസിറ്റീവായിട്ടും ചില ശബ്ദങ്ങൾ നെഗറ്റീവായിട്ടും നമ്മുടെ മനസ്സിൽ ഫീൽ ചെയ്യുമെന്ന് പറയാറുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് ഇതെന്റെ 3ാമത്തെ പാർലമെന്റ് തെരഞ്ഞെടുപ്പാണ്. അപ്പൊ 2 പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും, ഒന്നിൽ 2014 ഞാൻ മത്സരിക്കുന്ന സമയത്തിന് മുൻപുണ്ടായിരുന്ന 60,000 138,650 ആക്കി പാലക്കാടിലെ ജനങ്ങൾ എനിക്ക് നൽകിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് 90,000 വോട്ടുള്ള ആറ്റിങ്ങലിൽ പിന്നീട് ഞാൻ ചെന്ന സമയത്ത് എനിക്കത് 2019 2,48,650 വോട്ടായിട്ട് ജനങ്ങൾ നൽകിയിട്ടുണ്ടായി. ഓക്കെ, നമ്മളിപ്പോൾ ബാക്കി പറയാം. അതിന് മുമ്പ് നമ്മളിപ്പോൾ ഉള്ളത് VNS കഫേ എന്ന് പറയുന്ന സ്ഥലം. ഇവിടെ നേരത്തെ വന്നിട്ടുണ്ടെന്നല്ലോ. ഓക്കെ, ഇവിടുത്തെ ദോശയും ഇഡ്ഡലിയൊക്കെ സൂപ്പറാണെന്ന് പറയുന്നത്. നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഇരുന്നാട്ടെ. അപ്പോൾ എന്താ ഉള്ളത് ഇന്ന് നമുക്ക് കഴിക്കാൻ തരിക? ദോശ, അപ്പം, പൊറോട്ട. ഓക്കെ, നമുക്ക് എന്താണെന്ന് ചോദിക്കാം. ഓക്കെ, അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞു വന്നത് ഭൂരിപക്ഷം ഉയർത്തിയതാണ്. അപ്പോൾ നമ്മൾ ഭക്ഷണത്തിൻ്റെ ഭൂരിപക്ഷം ഉയർത്തും. ഭക്ഷണം എങ്ങനെയാണ് പൊതുവെ കാര്യത്തിൽ അത്ര വലിയ കഴിക്കാൻ ഫുഡി അല്ല. ഞാനിവിടെ ടോൾ സമരം നടത്തിയിട്ട് ഒരു അതികഠിനമായിട്ടുള്ള ലാത്തി ചാർജ് ഉണ്ടായി. അന്ന് ശ്രീമാൻ അരുണിനെ പോലെയുള്ള മാധ്യമ പ്രവർത്തകരോ ചാനലുകളോ ഒന്നും ആ സമരം നടക്കുന്ന സമയത്ത് ലാത്തി ചാർജിൽ അവിടെ ഉണ്ടായിരുന്നില്ല, തൃശ്ശൂരിൽ. അപ്പോൾ ഇവിടെ മുതൽ ഇവിടം വരെ ഒരു സർജറി ചെയ്യേണ്ടി വന്നു ആ സമരത്തെ തുടർന്ന്. അപ്പോൾ ശരിക്കും അതിൻ്റെ ഒരു ചെറിയ പഴയ ഫയൽ കിട്ടുമായിരിക്കും. അപ്പോൾ ഗൗരിയമ്മയ്ക്കും അജിതയ്ക്കും ശേഷം ഏറ്റവും കൂടുതൽ പോലീസ് ലാത്തി ചാർജിൽ പരിക്കേറ്റ ഒരു സ്ത്രീ നേതാവ് കൂടിയാണ് ഞാൻ. അതുകൊണ്ട് അതിനെ തുടർന്ന് ചില മരുന്നുകളും കാര്യങ്ങളും ഒക്കെ നിരന്തരമായിട്ട് കഴിക്കേണ്ട സാഹചര്യമുണ്ട്. അതിനുശേഷം മറ്റൊരു സംഭവം എന്ന് പറയുന്നത്, ഈ കൊറോണ തുടങ്ങുന്നതിന് മുൻപ് ഏറ്റവും ആദ്യത്തെ കൊറോണ വന്ന ആ പീരീഡിൽ ഞാനൊരു ഹോസ്പിറ്റലിൽ പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. ആ ഹോസ്പിറ്റലിൽ ചെന്ന് മരുന്ന് മാറി എന്നെ ഇഞ്ചക്ഷൻ ചെയ്തൊരു സാഹചര്യം ഉണ്ടായി. പക്ഷേ അത് ഞാനിപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല. അത് സംഭവിക്കാൻ പാടില്ലാത്തതാണ്. എൻ്റെ സഹപ്രവർത്തകരോട് പോലും ഞാൻ ആ ആശുപത്രിയുടെ പേര് ഇതുവരെ പറഞ്ഞിട്ടില്ല. അപ്പോൾ യൂറിനറി നമുക്ക് പെട്ടെന്ന് ഒരു രാത്രിയിൽ യൂറിൻ പോകാൻ ഒരു ബുദ്ധിമുട്ട് വരുന്നു. അപ്പോൾ ആ സമയത്ത് ഹോസ്പിറ്റലൈസ് ചെയ്യുന്നു. ഗൈനക്കോളജിസ്റ്റ് ആയിട്ടുള്ള ഒരു സഹോദരി എന്നെ ഇഞ്ചക്ഷൻ ചെയ്തതിന് ശേഷം ഒരു ഓർത്തോപെഡിക് സർജൻ ഒരു ഇഞ്ചക്ഷൻ ചെയ്യുകയാണ്. അങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടായി. അപ്പം അതിനെ തുടർന്ന് എനിക്ക് വളരെയധികം മുഖമെല്ലാം വീങ്ങി, ശരീരത്തിലെല്ലാം നീര്. അതൊരു ആദ്യത്തെ കൊറോണ ടൈം എന്ന് പറയുമ്പോൾ ഏതാണ്ട് ഒരു 4 വർഷത്തോളം ഇപ്പം ആയിട്ടുണ്ടാവും. അല്ല, അപ്പം അതിൻ്റെതായിട്ടുള്ള ചെറിയ പ്രശ്നങ്ങൾ എനിക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അമൃത ഹോസ്പിറ്റലിൽ എന്നെ അഡ്മിറ്റ് ചെയ്തു. ഒരാഴ്ചക്കാലത്തോളം ഞാൻ അവിടെ കിടന്നു. പക്ഷെ ആ ഡോക്ടർ എന്ത് ഇഞ്ചക്ഷനാണ് ചെയ്തത് എന്ന് പോലും പറയാനുള്ള ഒരു സാമാന്യ മര്യാദ കാണിച്ചില്ല. മരുന്ന് മാറിപ്പോയതായിരിക്കാം. പക്ഷേ നമുക്ക് എപ്പോഴും ഹോസ്പിറ്റലിൽ നിന്ന് രാത്രി 11:30 മണിക്കാണ് എന്നെ അമൃതയിലേക്ക് കൊണ്ടുപോകുന്നത്. ആ സമയത്ത് അവിടുത്തെ ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ പോലും ഡോക്ടറുടെ കയ്യിലാണ് എന്ന് പറഞ്ഞിട്ട് അവർ തരാതിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ ചെറിയ അത്തരത്തിലുള്ള കുറേ കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ നിയന്ത്രണമൊന്നുമില്ല. പക്ഷേ എപ്പോഴും കുറച്ചേ കഴിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും അത് രാവിലെയാണ് അതിൻ്റെ പ്രശ്നം. അപ്പോൾ എന്ത് വേണം? ഇഡ്ഡലി വേണോ, ദോശ വേണോ? ഇന്നിപ്പോൾ ഒരു ഇഡ്ഡലി കഴിക്കാം. ഒരു ഇഡ്ഡലി. അപ്പോൾ ഞങ്ങൾക്ക് ഓരോ ഇഡ്ഡലി മതി, ഭക്ഷണം കുറയ്ക്കാൻ വേണ്ടി. ദോശയാണുള്ളത്. ദോശയേ ഉള്ളൂ. ഓക്കെ. ഏത് സാഹചര്യവുമായിട്ടും അഡോപ്റ്റ് ചെയ്യും. അതാണ് ശോഭാ സുരേന്ദ്രൻ്റെ ഒരു രീതി അല്ലേ? ആറ്റിങ്ങലിലെ ചൂടിലും വരും, ആലപ്പുഴയിലെ ചൂടിലും വരും അല്ലേ, പാലക്കാട്ടെ ചൂടിലും വരും. അപ്പോൾ നമ്മൾ നല്ല ദോശയും സാമ്പാറും ചമ്മന്തിയൊക്കെ ഉണ്ട്, നമുക്കത് കഴിക്കാം. പൊതുവേ വീട്ടിൽ കുക്കിംഗ് ഒക്കെ ഉണ്ടോ? എങ്ങനെയാണ്?
കുക്കിങ്ങിൽ ഒരു പക്ഷേ കേരളത്തിൽ ഞങ്ങളൊക്കെ ഈ വനിതാ രാഷ്ട്രീയ നേതാക്കളെയൊക്കെ ഒരു ദിവസം വിളിച്ചിട്ട് അസലായിട്ട് കുക്കിംഗ് ചെയ്യുന്ന ഞങ്ങളുടെ കഴിവൊക്കെ ഒന്ന് കണ്ടു പഠിക്കേണ്ടതായിരിക്കും. അതിൻ്റെ കാര്യത്തിൽ ഒരുപക്ഷെ എനിക്കാണോ ഫസ്റ്റ് പ്രൈസ് കിട്ടുക അതോ ഇനി വേറെ ഇതുപോലെ തന്നെ എക്സ്പെർട്ടാണ്. ഏറ്റവും ഫേവറേറ്റ് ഐറ്റം വീട്ടിലുണ്ടാക്കി കൊടുക്കുമ്പോൾ വീട്ടുകാർ കൊള്ളാം? ഏറ്റവും നന്നായിട്ട് മത്തിക്കറിയാണ്. മത്തിക്കറി പൊളിച്ചു. ഞാൻ വിചാരിച്ചു മറ്റേ ഇഡ്ഡലി സാമ്പാർ എന്നൊക്കെ പറഞ്ഞ് വേറെ രീതിയിലാണ്. മത്തിക്കറി, മുളകിട്ട മത്തിക്കറി, അത് എൻ്റെ ഒരു സ്പെഷ്യൽ ആയിട്ടാണ് എൻ്റെ 2 മക്കളും പറയുന്നത്. അത് അമ്മ ഉണ്ടാക്കി കഴിഞ്ഞാൽ വളരെ നല്ലതാണെന്നാണ്. ഞാൻ എല്ലാ സാധനങ്ങളും ഉണ്ടാക്കാൻ എനിക്കറിയാൻ പറ്റും. അതായത് ഇടക്കാലത്ത് പോലും ഞാനും എൻ്റെ സഹപ്രവർത്തകരും കൂടിയിട്ട് ഇപ്പം ഇവിടെ തന്നെ ഒരു കാറ്ററിംഗ് ടീമുണ്ട്. ആ കാറ്ററിംഗ് ടീമിൻ്റെ സുഹൃത്തുക്കൾ അവരിപ്പോൾ ഒരു 10-20 പേരായി. അപ്പോൾ അവരാരും പറയില്ലേ ഇത് ശോഭാ സുരേന്ദ്രനാണ് ഈ കാറ്ററിംഗ് ഇവരെ ആ രംഗത്തേക്ക് കൊണ്ടുവന്നത്, സജ്ജമാക്കിയതെന്നും അവർ പറയില്ല. കാരണം അതിനകത്ത് രാഷ്ട്രീയം ഇല്ലാത്തവരും ഉണ്ട്, BJP-കാരായിട്ടുള്ള സ്ത്രീകൾ മാത്രമല്ല. അപ്പോൾ മത്തിക്കറിയും ചോറും പിന്നെ കപ്പയും കപ്പ ഞാൻ പട്ടിണി കിടന്ന കാലത്ത് ഒരുപാട് കഴിച്ചതുകൊണ്ട് എനിക്ക് കപ്പയോട് അത്ര വലിയൊരു താല്പര്യമില്ല. കാരണം പരിപ്പും കപ്പയും എനിക്ക് കാണുമ്പോൾ അത് അത്ര വലിയ സ്നേഹമില്ല. കാരണം കപ്പയും കട്ടൻ ചായയും അത് നമ്മുടെ നാട്ടിൽ കൊള്ളി എന്നാണ് പറയുന്നത്, തൃശ്ശൂർ ജില്ലയിൽ. അപ്പോൾ അത് ആവോളം അത് മാത്രമേ ഉള്ളൂ ആ കാലത്ത്. അപ്പോൾ പറമ്പിൽ പോയിട്ട് നമ്മൾ ഇത് 2-3 കട പറിച്ചു കൊണ്ടുവരിക. അത് കൊണ്ടുവന്നിട്ട് കുട്ടിക്കാലത്തുള്ള കാര്യമാണ്. കുട്ടിക്കാലത്ത് അപ്പോൾ അത് പറിച്ചു കൊണ്ടുവരിക. 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അച്ഛൻ മരിച്ചു. ഞങ്ങൾ 5 പെണ്ണും ഒരാണുമാണ് ഉണ്ടായിരുന്നത്. ഞാൻ ഏറ്റവും താഴെയാണ്. എൻ്റെ അമ്മ കൂലിപ്പണിക്ക് പോകുന്ന ഒരാളാണ്. അപ്പോൾ അങ്ങനെ അത് കഴിച്ച് വിശപ്പടക്കിയത് കൊണ്ട് പിന്നെ ആ പറമ്പിൻ്റെ മേളിൽ നമുക്കൊരു പറമ്പുണ്ട്. അപ്പം അന്നൊക്കെ എന്ന് പറഞ്ഞാൽ അമ്മയുടെ കാതിൽ കിടക്കുന്ന 2 കമ്മലും പിന്നെ അമ്മയ്ക്ക് ആകെ ഉണ്ടായിരുന്ന ഒരു കല്യാണ സമയത്ത് കൊടുത്തിട്ടുള്ള പണ്ട് കാലത്ത് അതിങ്ങനെ തലമുറയായിട്ട് ആ സ്വർണം മാത്രം അതേ ഉണ്ടാവുള്ളൂ, അത് വിൽക്കില്ല അത്രേ. അപ്പം അങ്ങനെ അത് മോതിരം കൂടി വിറ്റിട്ടാണ് അത്രേ ഒരു പറമ്പ് വാങ്ങിയിട്ടുള്ളത്. ഒരു പറമ്പ് 90 സെൻറ്റ് പറമ്പ് കിട്ടാനായിട്ട് അന്ന് 1995 ആദ്യമായിട്ട് രാഷ്ട്രീയ രംഗത്ത് യുവമോർച്ചയിലേക്ക് കടന്നു വരുന്നത്. അപ്പോൾ എൻ്റെ കുട്ടിക്കാലത്തൊക്കെ അമ്മ പറയുന്നുണ്ട് 2 പോത്ത്, അതായത് അച്ഛൻ നിലമുഴാൻ കൊണ്ടുപോകുന്ന 2 പോത്തിനെയും അതുപോലെ ഈ കമ്മലും ഈ കയ്യിൽ കിടക്കുന്ന ചെറിയൊരു സ്വർണത്തിൻ്റെ ഒരു മിന്നിയും വിറ്റിട്ടാണ് അവിടുത്തെ പറമ്പ്. ആ പറമ്പ് ഇപ്പോഴും ഉണ്ട്, എൻ്റെ കയ്യിലാണുള്ളത്. അങ്ങനൊരു കുട്ടിക്കാലം അവിടെ നിന്ന് BJP-യിലെ ഒരു സംസ്ഥാന നേതൃനിരയിലേക്ക് വരിക, ദേശീയ നിരയിലേക്ക് വരിക, ഈ പറയുന്ന പോലെ എണ്ണം പറഞ്ഞ സ്ഥാനാർത്ഥികൾക്കൊപ്പം മത്സരിച്ച് ഒട്ടും തള്ളിക്കളയാനാവാത്ത വിധം ജനപിന്തുണ നേടുക ചെറിയ കാര്യമല്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഒരു സമയത്ത് നമ്മൾ രാഷ്ട്രീയത്തിന് പറ്റിയ ആളല്ലേ എന്ന് പോലും എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം എന്താണ്, നല്ല കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ശത്രുക്കളുണ്ടാവും. അത് എല്ലാ സ്ഥലങ്ങളിലും പൊതുവെ അങ്ങനെയാണ്. അത് ഉണ്ടാവും. നമ്മളൊരു കാര്യം ചെയ്യാൻ ഇറങ്ങുമ്പോഴാണ് വളരെ സന്തോഷം. മാങ്ങയുള്ള മാവിലെ കല്ലെറിയൂ എന്ന് പറയുന്നത് അതിൽ നമുക്ക് സന്തോഷമുണ്ട്. കാരണം എന്താണ്, പ്രതികരണം വരുമ്പോഴാണ് അറിയാം നമ്മൾ ജീവിച്ചിരിക്കുന്നു. അങ്ങനെ നിന്ന് വളർന്നു വന്ന ഒരാൾക്ക് ഇന്ന് ഇന്ത്യയിൽ 3 കുട്ടികളെ ശശി തരൂരിന് ശേഷം പബ്ലിക് പോളിസി പഠിക്കാനായിട്ട് അന്താരാഷ്ട്ര യൂണിവേഴ്സിറ്റികളെ കേംബ്രിഡ്ജും ഓക്സ്ഫോർഡും കാലിഫോർണിയ ബർക്കലിയും സെലക്ട് ചെയ്തപ്പോൾ ഒരു മകൻ എൻ്റെയാണ്. മൂത്താള് അയാളിപ്പോ കാലിഫോർണിയ ബർക്കലിയിലാണ് ചെയ്യുന്നത്. അയാൾ ഡൽഹി IIT ആയിരുന്നു. അപ്പൊ ഡൽഹി IIT-യിൽ നിന്ന് 6ാം റാങ്ക് കിട്ടി. പിന്നെ ജർമ്മനിയിലെ സയന്റിസ്റ്റ് ആയിട്ട് ലെക്ചറായിട്ട് ജോലി ചെയ്യായിരുന്നു. അപ്പോ എൻ്റെ ഒരു മാഷുണ്ട്, ഒരു ഇർഫാൻ എന്ന് പറയുന്നത്, ഡൽഹിയിൽ നിന്നുള്ളതാണ്. ചോദിക്കുമ്പോൾ പറയണേ. അപ്പോൾ മകൻ അവിടെയാണ് പബ്ലിക് പോളിസി പഠിക്കുന്നു. അത് ഇപ്പം കഴിയാറായി, ഒരു മാസം കൂടി കഴിഞ്ഞാൽ. ബാക്കി 2 കുട്ടികൾ, രണ്ടാമത്തെ ആള് എന്നെ പോലെയാണ്. അതായത് അയാള് ജനങ്ങൾക്ക് വേണ്ടി ചായയാണോ ഇത്? കട്ടൻ ചായ ആണോ കുടിക്കുന്നത് പൊതുവെ? ആണല്ലേ. മൊത്തത്തിൽ ഒരു ഇതിലൂടെ പരിപ്പൂടെയും കൂടെ കിട്ടിയാൽ മൊത്തത്തിലൊരു ഇടതുപക്ഷ ലൈനാവും. പിന്നെ മത്തിക്കറി കട്ടൻ ചായ ശോഭാ സുരേന്ദ്രൻ. പുറത്താരെങ്കിലും പറഞ്ഞപ്പോൾ ഇവർ ഇവിടുത്തെ DYFI-യുടെയോ മഹിളാ മോർച്ചയുടെയോ ഒക്കെ പ്രസിഡന്റാണോ എന്ന് ചോദിക്കും. പൊതുവെ ഒരു ഇടതുപക്ഷ മനസ്സുണ്ടോ ശോഭ? അല്ല, അങ്ങനെയല്ല. അപ്പം നമ്മൾ ഭക്ഷണത്തിനാരും കൊണ്ട് കാര്യം ഒരു പശ്ചാത്തലം, ഒരു ദരിദ്ര പശ്ചാത്തലത്തിൽ നിന്ന് വന്ന് ഉയർന്ന് വിൽ പവർ കൊണ്ട് ഇപ്പോഴും രാഷ്ട്രീയത്തിൽ സജീവമായി. അന്നേ പണ്ട് കാലത്ത് പാല് വാങ്ങാനായിട്ട് ആകെ അവിടുത്തെ പാല് വാങ്ങാൻ നമുക്ക് സംവിധാനം ഇല്ലല്ലോ. അതായത് പഞ്ചസാര പോലും കട്ടൻ ചായയിൽ ഇടാൻ ഇല്ലാത്ത ഒരു കുടുംബത്തിന് പാല് സങ്കല്പിക്കാൻ പറ്റില്ല. അപ്പോൾ എനിക്ക് വെളുത്ത പാൽപ്പായസങ്ങൾ ഒന്നും ഇഷ്ടമല്ല. അപ്പോൾ പക്ഷേ ഗുരുവായൂരപ്പൻ്റെ പാൽപ്പായസം, അമ്പലപ്പുഴ കണ്ണൻ്റെ പാൽപ്പായസം കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഒരു 2-3 സ്പൂൺ കഴിക്കുമെന്ന് ചോദിച്ചാൽ പൊതുവേ ഞാൻ പാൽപ്പായസം. അതെന്തുകൊണ്ടാണ്, പാലിനോട് നമുക്ക് അത്ര ഒരു ആ കാലത്തെ സമയത്ത് പാലിനോടും ഒരു ദേഷ്യം. എന്താണ് പാലിനോട് ദേഷ്യം? പാല്
കാണുമ്പോഴേ ഇത് കഴിക്കാത്തതുകൊണ്ട് കുറേ കാലങ്ങൾക്ക് ശേഷം 1995 ശേഷമാണ് പാലൊഴിച്ച് ചായ കുടിക്കാൻ ആരംഭിച്ചത്, അത് ആളുകളെ നിർബന്ധിച്ചിട്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് അപ്പൊ അങ്ങനെ ഒരു പശ്ചാത്തലം എന്റെ രണ്ടാമത്തെ ആളെ കുറിച്ചാണ് പറഞ്ഞു വന്നത്. അപ്പൊ രണ്ടാമത്തെ ആള് എന്ന് പറയുന്നത് നാട്ടുകാർക്ക് വളരെ കൂടുതൽ വേണ്ടിപ്പെട്ട ഒരാളാണ്. ഇപ്പൊ നമ്മൾ എന്തൊരു കാര്യം ഏൽപ്പിച്ചു കഴിഞ്ഞാലും അവന്റെ കാര്യത്തെ മാറ്റി വെച്ചുകൊണ്ട് ജനങ്ങളുടെ കാര്യം ചെയ്യുക, ഫ്രണ്ട്സിന്റെ കാര്യം ചെയ്യുക. ഇപ്പൊ തന്നെ അയാൾ BBA മാർക്കറ്റിംഗ് ആണ് കഴിഞ്ഞത്. അപ്പൊ എന്നോട് പറഞ്ഞു, അമ്മ എനിക്കൊരു സിനിമയിലൊന്ന് മോൻ കാണിച്ചാൽ കൊള്ളാം എന്നുണ്ട്. അമ്മയ്ക്ക് ഫ്രണ്ട്സ് അല്ലേ, പല സിനിമ ആളുകളായിട്ട് അമ്മയ്ക്ക് പരിചയമുണ്ടല്ലോ. അപ്പൊ എന്നെ ഒന്ന് സിനിമയിൽ മുഖം കാണിക്കാൻ വേണ്ടി റെക്കമെൻഡ് ചെയ്യാൻ പറഞ്ഞ് ഞാൻ തുടങ്ങിയിട്ട് 3 വർഷമായി. പക്ഷേ ഞാൻ പറഞ്ഞു, അല്ല മോനിപ്പോൾ പഠിച്ച ആദ്യം ജോലി ചെയ്യുക, ജോലി ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് സിനിമയിൽ കഴിവുണ്ടെങ്കിൽ ചെയ്യാലോ. പിന്നെ അതിൽ നാഷണൽ ഫുട്ബോൾ പ്ലെയർ ആയിരുന്നു. പക്ഷേ ഇടക്കാലത്ത് അയാൾക്ക് ഒരു ആക്സിഡന്റ് പറ്റി, കാലിന്റെ പാദത്തിന് ഒരു പ്രോബ്ലം പറ്റിയതുകൊണ്ട്. മൂന്നാമത്തെ ആളോ? ആകെ 2 പേരാണ്. ഒരാൾ ബെർക്കിലിയിലോ ഒരാൾ ബാംഗ്ലൂർ അക്കാദമിയിലെ ജോലി. വണ്ടർഫുൾ. അപ്പോൾ ആ അർത്ഥത്തിൽ അവിടെ നിന്ന് വന്നൊരു വരവ് വലിയൊരു വരവായിരുന്നു. ആകെ ഐ അപ്രീഷിയേറ്റ് യു. ഒരു സ്ത്രീ എന്ന രീതിയിൽ മാത്രമല്ല, ഒരു അമ്മ എന്ന രീതിയിൽ ഒക്കെ ആ റോളുകളൊക്കെ ചെയ്യുമ്പോഴാണ് രാഷ്ട്രീയ പ്രവർത്തനം കൂടെ ചെയ്യുന്നത്. മത്തിക്കരി നന്നായി വയ്ക്കുന്ന ശോഭാ സുരേന്ദ്രൻ എന്നുള്ളത് ഒരുപക്ഷെ പ്രേക്ഷകർക്ക് ഒരു പുതിയ അനുഭവമായിരിക്കും. അതിന് പിന്നെ ഒരു പശ്ചാത്തലം കൂടി ഉണ്ട്, അതാണ് നമ്മൾ വിശദീകരിച്ചത്. നമുക്ക് ഭക്ഷണം കഴിച്ചു തുടങ്ങാം. ഇവിടെ നല്ല ചമ്മന്തിയാണ്, ഇവിടുത്തെ ചമ്മന്തിയാണ് ഹൈലൈറ്റ്. ഈ ചമ്മന്തിക്ക് ഒരു കാവ്യ നിറം ഉണ്ടല്ലോ അല്ലേ? അപ്പോൾ കാവ്യ നിറത്തിലുള്ള ചമ്മന്തിയാണ്. എല്ലാ ചമ്മന്തിക്കും കാവ്യ. അല്ല, കാവ്യയെ കുറിച്ച് ഒരു തെറ്റായിട്ടുള്ള ഒരു ധാരണയാണ്. അതായത് കാവ്യ എന്ന് പറയുന്നത് സർവ്വസംഘ പരിത്യാഗത്തിന്റെ നിറമാണ്. അതായത് സൂര്യൻ കാവ്യല്ലേ, ഉദിച്ചു വരുന്ന സൂര്യൻ കാവ്യാണ്. പണ്ട് ഞാൻ കേട്ടിട്ടുണ്ട്, ഈ ഗാന്ധിയുടെ കാലത്ത് ഈ ഉത്തരേന്ത്യയിലും ദക്ഷിണേന്ത്യയിലും ഒക്കെ ഈ തീവണ്ടിയിൽ കഷായ വസ്ത്രം ധരിച്ചു പോകുന്ന ആളുകൾ, കാവ്യ വസ്ത്രം ധരിച്ചു പോകുന്ന ആളുകൾക്ക് ടിക്കറ്റ് ചോദിക്കുന്നില്ല. ടി ഒരു കള്ളവണ്ടി കയറുന്നതല്ല, അവർക്ക് സമൂഹം കൽപ്പിച്ചു കൊടുത്തിരിക്കുന്ന ഒരു പൊസിഷനുണ്ട്. പക്ഷെ അത് പിന്നീട് മാറി. കാര്യം ഈ ആൾക്കാർ പല രീതിയിൽ അതിനെയൊക്കെ ദുരുപയോഗം ചെയ്യാമല്ലോ. അതായത് നമ്മുടെ ശങ്കരൻ, കേരളത്തിലെ കാലടിയിലെ ശങ്കരൻ 4 ധാമങ്ങൾ രാജ്യത്താകമാനം ഉണ്ടാക്കി. അപ്പൊ അദ്വൈതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം എന്ന് പറയുന്നത് അഹം ബ്രഹ്മാസ്മി തത്വമസി എന്നുള്ളതാണ്. എന്നിൽ ഒരു ഈശ്വരന്റെ, അല്ലെങ്കിൽ അത് ചാർവാകന്റെ മതമുണ്ട്, ചിലപ്പോൾ അത് ശ്രീമാൻ അരുണിന് അത് ഇഷ്ടം ഉണ്ടാവും. കാരണം കടുത്ത ഈശ്വരവിശ്വാസികൾ ദൈവത്തിന്റെ മതവും ഈശ്വരൻ അത്ര കണ്ട് ഉണ്ടോ ഇല്ലയോ എന്ന് റിസർച്ച് ചെയ്യുന്ന, അല്ലെങ്കിൽ ഇല്ല എന്ന് വാദിക്കുന്നവർക്ക് ചാർവാകന്റെ മതവും. പക്ഷെ ആ ചാർവാകന്റെ മതത്തെയും അംഗീകരിച്ചൊരു നാടാണ് നമ്മുടെ ഭാരതം. അത് കഴിഞ്ഞ് നാസ്തികനും നമ്മൾ അംഗീകരിക്കപ്പെട്ടിരുന്നു. സത്യം ഒന്നേ ഉള്ളൂ, പല പേരിൽ വിളിക്കുന്നു. തീർച്ചയായിട്ടും എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് ഈ കാവ്യം എന്ന് പറയുന്നത് വളരെ ബഹുമാനം ഉള്ള ഒരു കാര്യം തന്നെയാണ്. പക്ഷെ അതിനെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര കണ്ട് ശ്രമിച്ചാലും സത്യസന്ധമായ രീതിയിൽ മുന്നോട്ട് പോകുന്ന എല്ലാ ആശ്രമങ്ങളും മഠങ്ങളും ആ നിറവും പരിഗണിക്കപ്പെടും എന്നുള്ളത് തന്നെയാണ്. കാരണം ലോകത്തിന് അതിന് എതിർപ്പില്ലല്ലോ. ഇപ്പം എന്താണ്, ലോകരാജ്യങ്ങൾ, ഇസ്ലാമിക രാജ്യങ്ങൾ പോലും നമ്മൾ ആ സന്യാസിയെ, ഗുജറാത്തിൽ നിന്നുള്ള അമ്പലം കെട്ടാൻ നേതൃത്വം കൊടുത്ത സന്യാസിയെ മാലയിട്ട് സ്വീകരിക്കാൻ വേണ്ടി അറബികൾ കാത്തു നിൽക്കുന്ന ഒരു കാലാവസ്ഥയിലാണ് നമ്മൾ ഈ ചർച്ച നടത്തുന്നത്. ഓക്കെ, അപ്പോൾ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലേക്ക് നമ്മൾ വന്നത്. നമ്മൾ കുറച്ച് പൊളിറ്റിക്സ്, നമ്മൾ ഈ ഒരു ഭക്ഷണമൊക്കെ. അപ്പം നല്ല ചമ്മന്തി അല്ലേ? നല്ല ചമ്മന്തി അല്ലേ? ഈ ചമ്മന്തി ഉണ്ടാക്കുന്നത് ഞാൻ നന്നായിട്ട് കുക്ക് ചെയ്യുന്ന ഒരാളാണ്. ദോശയും ചമ്മന്തിയും പുട്ടാണ് നമ്മുടെ ഫേവറേറ്റ്. നമ്മുടെ നാട്ടിലെ പല സ്ഥലങ്ങളിലും പല രീതിയിലാണ് ചമ്മന്തി. അതെ, തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളം എത്തുന്നതുവരെ ചമ്മന്തിക്ക് കുറച്ച് നീളം കൂടും. മാത്രമല്ല അതിനകത്ത് ചുവന്നുള്ളി ഉണ്ടാവും, അതിനകത്ത് തേങ്ങ ഉണ്ടാവും, പച്ചമുളക് ഉണ്ടാവും, ചിലപ്പോൾ ഒരു ലേശം പൊടിക്കൊരു കാന്താരിയും കൂടി. തൃശ്ശൂരിൽ നിന്ന് അങ്ങ് വടക്കോട്ട് പോകുന്നതോറും ചമ്മന്തി, കണ്ണൂർ വരെ ചമ്മന്തിക്ക് ചോപ്പ് കൂടും. കറക്റ്റാ. മാത്രമല്ല അത് കാലം വേറെ പേരും വരും. കാന്തിയുണ്ട്, വേറെ തേങ്ങ ഇല്ലാത്തത് കാന്താരി ചമ്മന്തി. അപ്പോൾ നല്ല ചമ്മന്തിയാണ് VNS റെസ്റ്റോറൻറ്റിൽ. അപ്പോൾ ഇവിടെ വന്നാൽ, നിങ്ങൾ ആലപ്പുഴയിൽ വന്നാൽ, ഈ റെസ്റ്റോറൻറ്റ് കുഞ്ഞു കടയാണ്, അവിടെ വന്ന് നിങ്ങൾ ഭക്ഷണം കഴിക്കുക. അപ്പോൾ നമ്മൾ രാഷ്ട്രീയത്തിലേക്ക് എത്തിയാൽ ആലപ്പുഴയിൽ എങ്ങനെയാണ് എത്തിപ്പോൾ? ആറ്റിങ്ങലിൽ വലിയ തരംഗമുണ്ടാക്കി ഷോ. പാലക്കാട് ഇറങ്ങുന്ന സമയത്ത് അതൊരു വലിയ വരവായി. ആറ്റിങ്ങലിൽ തെളിയിച്ചു. ഇപ്പോൾ ആലപ്പുഴയിലാണ് മത്സരിക്കാൻ നിൽക്കുന്നത്. KC വേണുഗോപാലാണ്. ഒരു ദേശീയ പാർട്ടിയുടെ സംഘടനാ ചുമതലയുടെ ജനറൽ സെക്രട്ടറിയാണ്. മറ്റൊരു സിറ്റിംഗ് MP ആണ്, ആരിഫാണ്. അപ്പോൾ ഇവിടെ 73% വോട്ട് സ്വാഭാവികമായും ഒരു ഹിന്ദു കമ്മ്യൂണിറ്റിക്കുണ്ട്. അതിൽ BJPയുടെ വോട്ട് വിഹിതം വേണമെങ്കിൽ വർദ്ധിപ്പിക്കാവുന്നുള്ളൂ. കഴിഞ്ഞ തവണ KS രാധാകൃഷ്ണൻ ചെയ്തത് എന്തോ ഡയറി വെച്ചിട്ടുണ്ടല്ലോ. ഇന്ന് രാവിലെ ഞാൻ രാജസ്ഥാനിലെ കോൺഗ്രസിന്റെ 1-2 നേതാക്കന്മാരുമായിട്ട് ബന്ധപ്പെട്ടു. ഞാൻ പഠിക്കുന്ന കാലത്ത് പ്രവേശിക, വിശാരദ്, പ്രവീൺ, നിഷ്നാഥ് എന്നീ ഹിന്ദി കോഴ്സുകളൊക്കെ പഠിച്ച് സർട്ടിഫിക്കറ്റ് വാങ്ങിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്കത് ഹിന്ദി സംസാരിക്കുന്ന ആളുകളുമായിട്ട് ആശയവിനിമയം നടത്താൻ ഉപകാരപ്പെട്ടു. അല്ല, അത് നമ്മുടെ മനോരമയില് എന്താ പറയുക, ഷിഹാദിന്റെ അർത്ഥം അറിയാത്ത ആളാക്കിയിട്ട് ശോഭാ സുരേന്ദ്രനെ അന്ന് മാറ്റാൻ വേണ്ടിയിട്ട് സാധിച്ചു എന്നുള്ളതാണ്. അത്
ശ്രീമാൻ അരുണിനെ പോലെയുള്ള അവതാരകന്മാരുടെ മിടുക്കാണ്. അതൊന്നുമല്ല, അതൊന്നും ചർച്ചയല്ലേ. അപ്പോൾ ഇത് കേൾക്കുന്ന സമയം ഹിന്ദി ട്രാൻസ്ലേഷൻ ചെയ്യാനും ഹിന്ദി കേൾക്കുന്ന സമയത്ത് നന്നായി പറയാനും 8 സംസ്ഥാനങ്ങളുടെ ചുമതല അമിത്ഷാജി എന്നെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അത് BJPയുടെ മെമ്പർഷിപ്പ് ഡ്രൈവിൻ്റെ കോ കൺവീനർ എന്നുള്ള രീതിയിലാണ്. എൻ്റെ ബോസ് എന്ന് പറയുന്നത് ശിവരാജ് സിംഗ് ചൗഹാനായിരുന്നു, മെമ്പർഷിപ്പ് ഡ്രൈവിൻ്റെ കൺവീനർ. അദ്ദേഹം മധ്യപ്രദേശിൻ്റെ മുഖ്യമന്ത്രിയായിരുന്നു. ഇപ്പോൾ രാജസ്ഥാനിലും എനിക്ക് BJPയുടെ ചില പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ അവിടുത്തെ 1-2 കോൺഗ്രസ്സുകാരുമായിട്ട് എനിക്ക് സംസാരിക്കാൻ സാധിച്ചു. മാത്രവുമല്ല, ഞാൻ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് കേരളത്തിലെ ഏറ്റവും വലിയ ധാതു സമ്പത്ത് അതായത് ഇനി നമുക്ക് കേരളം രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ നമുക്ക് 2 മേഖലകളാണുള്ളത്. ഒന്ന് ടൂറിസം, 2 ധാതു. അതില് ധാതു ലവണങ്ങളിൽ കരിമണൽ ഏറ്റവും കൂടുതൽ ലോകോത്തര വിപണിയിൽ ഏറ്റവും ഫസ്റ്റ് പ്രൈസ് ഉള്ളത് ആലപ്പുഴയാണ്, ഫസ്റ്റ് ക്വാളിറ്റി. രണ്ടാമതായിട്ട് നമുക്ക് ബോക്സൈറ്റ് ഉണ്ട്. ഈ ബോക്സൈറ്റ് കാസർഗോഡിലെ കിന്നാനൂർ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. ബോക്സൈറ്റിന്റെ വലിയൊരു കമ്പനി അവിടെ ഉണ്ടായിരുന്നു. അത് EMSന്റെ സമയത്ത് നമ്മുടെ കണ്ണൂർ മാടായിപ്പാറയിൽ ഇതുപോലെ തന്നെ ചെറിയ ഒരു ചൈനാക്കളെ ഉണ്ടായിരുന്നു. അത് പിന്നീട് അത് KCCPL ആയിട്ട് പൊതുമേഖലാ സ്ഥാപനമായിട്ട് മാറ്റണം എന്ന് ഷാരോൺ എന്ന് പറയുന്ന ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയുടെ പ്രവർത്തനത്തിന് ഫലമായിട്ടുണ്ടായ ഒരു കമ്പനി EMS പറഞ്ഞു അത് പൊതുമേഖലാ സ്ഥാപനമാക്കണം. അങ്ങനെ നമുക്കത് കേരളത്തിലെ ജനങ്ങൾക്ക് അതിൻ്റെ ലാഭം കൊടുക്കണമെന്ന് പറഞ്ഞെങ്കിലും സംഭവിച്ചത് വേറെയാണ്. അവിടെ ഇപ്പോൾ മലബാർ ഇന്നൊവേഷൻ സെൻറ്റർ എന്ന് പറയുന്ന ഒരു സെൻറ്ററിന് ആ സ്ഥലം പോലും കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ മരുമകൻ അവരെ സഹായിച്ചു കൊടുത്തു. അപ്പോൾ ആരായി മലബാർ ഇന്നൊവേഷൻ സെൻറ്ററുകാർ എന്നുള്ളത് ഞാൻ ആലപ്പുഴയിലെ ജനങ്ങളോട് ചോദിക്കും. അത് അവിടെ പൂട്ടിക്കെട്ടി. അതിനെ എത്രയോ നല്ല രീതിയിൽ KCCPL നമുക്ക് ഉപയോഗിക്കാമായിരുന്നു, പണം വരുത്താമായിരുന്നു. പക്ഷെ അത് നഷ്ടത്തിലാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അത് അവസാനിപ്പിച്ചിട്ടുള്ളത്. കാസർഗോഡിൽ കിന്നാനൂരിൽ സംഭവിച്ചെന്താണ്? കാസർഗോഡിലെ കിന്നാനൂരിൽ ബോക്സൈറ്റ്, ആ ബോക്സൈറ്റിൽ നിന്ന് തന്നെ വിവിധങ്ങളായിട്ടുള്ള ഉൽപ്പന്നങ്ങളായിട്ട് അതിനെ മാറ്റുമ്പോൾ നമുക്ക് പാലക്കാടിലെ മലബാർ സിമെൻസിന് ആവശ്യമായിട്ടുള്ള ചില പ്രൊഡക്ട്സ് അതിൽ നിന്ന് കൊടുക്കുമായിരുന്നു. അപ്പോൾ മലബാർ സിമെൻസിൽ ഉണ്ടാക്കുന്ന സിമെൻറ്റിന് പൈസ കുറഞ്ഞ് നമുക്കൊക്കെ വീട് കെട്ടുന്ന സമയത്ത് കുറഞ്ഞ വിലയ്ക്ക് സിമെൻറ്റ് കൊടുക്കാൻ സാധിക്കുമായിരുന്നു. ഇപ്പോൾ എന്ത് സംഭവിച്ചു? അത് ചൈനയിലേക്ക് കയറ്റുമതി ചെയ്തയച്ചു. അപ്പോൾ ചൈനയിലേക്ക് കയറ്റുമതി ചെയ്തയച്ചപ്പോൾ അവിടുത്തെ മാർക്സിസ്റ്റുകാരായിട്ടുള്ള തൊഴിലാളികൾ അവരാദ്യം പാർട്ടി ലീഡർഷിപ്പിനെ വിവരം അറിയിച്ചു. ഇങ്ങനെ വലിയൊരു ബോധപൂർവമായിട്ടുള്ള ഒരു പണി ഇവിടെ നടക്കുന്നുണ്ട്, കോടിക്കണക്കിന് രൂപയാണ്, ഞങ്ങൾക്ക് തൊഴിൽ നഷ്ടപ്പെടും, ഞങ്ങൾ സമരരംഗത്തേക്ക് വരികയാണെന്ന് തോന്നുന്നു. അന്ന് മാർക്സിസ്റ്റ് പാർട്ടി പഴയ നമ്മുടെ കരുവന്നൂരിലെ സഹകരണ സംഘത്തിൻ്റെ കഥ പോലെ മൈൻഡ് ചെയ്തില്ല. മൈൻഡ് ചെയ്യാതെ ഇപ്പോൾ അവർ നാട്ടുകാരെ എല്ലാം കൂട്ടിയിട്ട് ഒരു പൗരസമിതി ഉണ്ടാക്കി. ഇപ്പം അത് പൂട്ടിക്കിടക്കുകയാണ്. അപ്പോൾ ആ ബോക്സൈറ്റ് അവിടെ ഖനനം നിന്നു. ചക്കിട്ടപ്പാറയിൽ ഇപ്പോൾ സ്വകാര്യ മുതലാളിക്ക് ഈ സ്ഥലം ഏൽപ്പിക്കപ്പെട്ട പോലെ കിടക്കുകയാണ്. ഇവിടെ കരിമണലിൽ വന്ന സമയത്ത് കർത്തയുടെ കാര്യം. അപ്പം ഞാൻ കുറച്ച് ദിവസമായിട്ട് ഈ KC വേണുഗോപാലിന്റെ ചരിത്രം ഒന്ന് പരിശോധിക്കുകയായിരുന്നു. കാരണം ഡൽഹിയിൽ നിന്ന് ഞങ്ങളുടെ അഖിലേന്ത്യാ നേതാക്കന്മാർ പറഞ്ഞു ശോഭയ്ക്ക് വേറെ എവിടെയും മത്സരിക്കാൻ പോകേണ്ടി വരില്ല. കാരണം KC എവിടെയാണോ നിൽക്കുന്നത് അവിടെയായിരിക്കും ശോഭ മത്സരിക്കേണ്ടി വരിക എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. കാരണം ഞാനൊരു ചെറിയ ഹെർണിയുടെ ഒരു സർജറി ഉണ്ടായിരുന്നു. ആ സർജറി കഴിഞ്ഞിട്ട് ഞാൻ ബെഡ് റെസ്റ്റായിട്ട് ഒരു 26 ദിവസമായിട്ട് കിടക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു, അല്ല, ഈ തെരഞ്ഞെടുപ്പിൽ എനിക്ക് അത്ര ആരോഗ്യപരമായിട്ട് ഞാൻ അത്ര ബെസ്റ്റല്ല, അതുകൊണ്ട് എനിക്ക് ഇത്തവണ മത്സരിക്കണം എന്നുള്ള യാതൊരു താല്പര്യമില്ല. മത്സരിച്ച് കഴിഞ്ഞാൽ തന്നെ അത് നമ്മളുടെ ബോഡിക്ക് വീക്കാവും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ടല്ലോ. പക്ഷേ അതിനൊന്നും മറുപടി അവർ പറഞ്ഞില്ല. അപ്പൊ KCക്കെതിരെയാണ് നമ്മൾ മത്സരിക്കണമെന്ന് പറയുമ്പോൾ നമ്മൾ ഒരാളെ കുറിച്ച് പഠിക്കണമല്ലോ. അങ്ങനെ പഠിച്ചതിന്റെ ഭാഗമായിട്ട് KCയുടെ തന്നെ കൂട്ടുകാരായിട്ടുള്ള കോൺഗ്രസിന്റെ ആളുകളുമായിട്ട് രാജസ്ഥാനിൽ ഞാൻ ബന്ധപ്പെട്ടു. അങ്ങനെ രാജസ്ഥാനിൽ ബന്ധപ്പെട്ടപ്പോഴാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്, അല്ലെങ്കിലും ഞാൻ ഇവിടെ കരുവന്നൂർ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടും കരിമണൽ കർത്തയുടെ പിറകിലും ഞാൻ കുറച്ച് നാളായിട്ടുണ്ട്. അപ്പോൾ അവിടെയെല്ലാം KC അദൃശ്യ ശക്തിയായിട്ട് നിൽക്കുകയാണ്. അപ്പൊ KC വേണുഗോപാൽ എന്ന് പറയുന്ന കോൺഗ്രസിന്റെ നേതാവ് ഇവിടെ നിന്ന് ജയിച്ചു പോയിട്ട് മന്ത്രിയായിരിക്കുന്ന സമയത്താണ് രാജസ്ഥാനിൽ നിന്ന് കിഷോറാം ഓല എന്ന് പറയുന്ന ഒരാള് മൈനിങ്ങിന്റെ മന്ത്രിയായിട്ട് വരുന്നത്. ആ മൈനിങ്ങിന്റെ മന്ത്രിയായിട്ട് രാജസ്ഥാനിൽ നിന്ന് കിഷോറാം ഓല വന്നപ്പോ കേരളത്തിൽ നിന്ന് 19 കോൺഗ്രസ്സുകാർ ജയിച്ചു. അല്ലെ, ജയിച്ചിട്ട് എന്താ KC വേണുഗോപാലിനെ കേരളത്തിന്റെ ഒരു രാജ്യസഭാ മെമ്പറാക്കാതിരുന്നത്? കിഷോറാം ഓലയും ശ്രീമാൻ KC വേണുഗോപാലും പാർട്ട്ണർഷിപ്പ് ബിസിനസ് അഖിലേന്ത്യാ അന്താരാഷ്ട്ര തലത്തിൽ നടത്തുന്നുണ്ട്. വളരെ ഗുരുതരമായ ഒരു ആരോപണമാണ്. ഇപ്പോഴുള്ള കോൺഗ്രസ് സ്ഥാനാർത്ഥി കിഷോറാം ഓല മരണപ്പെട്ടിരിക്കുകയാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ തലമുറയ്ക്ക് ആ സ്വത്തിൽ നിന്ന് പങ്ക് കിട്ടും. അപ്പൊ ഞാൻ ഇതിന്റെ കേസിന്റെ പിറകിൽ വേണുഗോപാലിന് ഒരു കമ്പനിയുണ്ട്. KC വേണുഗോപാല് അന്താരാഷ്ട്ര ലോ, അതായത് ദുബായ്, ഖത്തർ, ഒമാൻ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ രാജസ്ഥാനിലെ പഴയ മൈനിങ് മന്ത്രിയുടെ കുടുംബാംഗങ്ങളുമായി ബിനാമി പേരിൽ ആയിരക്കണക്കിന് കോടി സമ്പാദിച്ചിട്ടുണ്ട്. അതിലൊരു ചെറിയ ഒരാളാണ് ആലപ്പുഴയിലെ കരിമണൽ കർത്ത. അപ്പം കിഷോറാം ഓലയാണ് അന്ന് കരിമണൽ കർത്തയുടെ പ്രൈവറ്റ് കമ്പനിക്ക്
ഈ കരിമണൽ ആലപ്പുഴയിൽ നിന്ന് എടുക്കാനുള്ള സാങ്ഷൻ നമ്മുടെ ശ്രീമാൻ കെ സി വേണുഗോപാൽ പറഞ്ഞിട്ട്, കേരളക്കാരനായിട്ടുള്ള ശ്രീമാൻ കെ സി വേണുഗോപാൽ പറഞ്ഞ് ഈ ഖനനത്തിനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തതിൽ ഒരു മന്ത്രിയായിരുന്നു കിഷോറാമോല. അപ്പം ഇത് കഴിഞ്ഞ് ഞാൻ ഇതിനെക്കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട് കോൺഗ്രസിൻ്റെ ചില നേതാക്കന്മാരുമായിട്ട് എനിക്ക് ബന്ധപ്പെടാൻ സാധിച്ചു. അവരുടെ പേര് പറയാൻ പറ്റില്ല. കാരണം എന്താണ്, ഇന്ന് കോൺഗ്രസ്സിൽ ഏതെങ്കിലും സത്യത്തിനോ ധർമ്മത്തിനോ വേണ്ടി നിൽക്കുന്ന ഏതെങ്കിലും ഒരു അഖിലേന്ത്യാ നേതാവുണ്ടെങ്കിൽ സോണിയ മാഡത്തിനോട് വിളിച്ചു പറഞ്ഞ് അവരെ പാർട്ടിയിൽ നിന്ന് വരെ പുറത്താക്കിക്കാൻ ശക്തിയുള്ള ഒരാളാണ് ശ്രീമാൻ കെ സി വേണുഗോപാൽ. അപ്പോൾ അവർ പറഞ്ഞത് എന്താണ്, ഞങ്ങൾ ഒരുപാട് ഡീറ്റെയിൽസ് തരും, പക്ഷേ ഞങ്ങളുടെ ഭാവി കളയരുത്. ശോഭാ സുരേന്ദ്രൻ അത് മാധ്യമങ്ങളോട് വിളിച്ചു പറഞ്ഞിട്ട് ഞങ്ങളെ ബുദ്ധിമുട്ടിക്കരുത്. പക്ഷേ ഞാൻ ശക്തമായി കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ പറയുന്നു, ശ്രീമാൻ കെ സി വേണുഗോപാൽ കേന്ദ്രമന്ത്രിയായിരിക്കുന്ന സമയത്ത് അതിനു മുൻപും രാജസ്ഥാനിൽ നിന്നുള്ള കിഷോറാം ഓല എന്ന് പറയുന്ന മൈനിങ് ഡിപ്പാർട്ട്മെന്റിന്റെ മന്ത്രിയുടെ സഹായം കൊണ്ട് ഈ കേരളത്തിലെ ഒരുപാട് ധാതു അത് കവർന്നെടുക്കാനും കോടാനുകോടി രൂപ ഉണ്ടാക്കാനും ശ്രമിച്ച ഒരാളാണ്. അതായത് കെ സി വേണുഗോപാലിനെതിരെ ഒരു അഴിമതി ബിനാമി ബിസിനസ് ഉണ്ട്, ബിനാമി ഇടപാട് എന്ന ആരോപണമാണ് ഞാൻ ഉന്നയിക്കുന്നത്. ഇത് ഞാൻ കേന്ദ്രത്തിന്റെ ശോഭാ സുരേന്ദ്രൻ മാത്രം കിട്ടിയിരിക്കുന്ന തെളിവാണ് ഞങ്ങളുടെ കയ്യിൽ. അല്ല, ഒരു തെളിവും വേണ്ട. കെ സി വേണുഗോപാല് ഇതിനെതിരായിട്ട് സംസാരിക്കുമ്പോൾ അതിന്റെ ആവശ്യമായിട്ടുള്ള ഉന്നത ഉദ്യോഗസ്ഥന്മാരുടെ കയ്യിലേക്ക് ഞാൻ ഇതിന്റെ റിപ്പോർട്ട് കൊടുക്കുകയും ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കെ സി വേണുഗോപാലിന്റെ സ്വത്ത് വിവരങ്ങളെക്കുറിച്ച് കേന്ദ്രത്തിന്റെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ അന്വേഷിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ ഓൾറെഡി പരാതി ഒരു 2 മാസം മുമ്പ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. പ്രചരണം ആരംഭിച്ചിരിക്കുന്നു. കെ സി വേണുഗോപാലിനെതിരെ ഒരു ബിനാമി ഇടപാടെന്ന ആരോപണം കൂടി ഉന്നയിച്ചുകൊണ്ടാണ് ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴ മണ്ഡലത്തിലേക്ക് വരുന്നത്. അപ്പോൾ മത്സരം കടുക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ കെ സിക്കെതിരെയാണുള്ള പോരാട്ടം. മത്സരം യഥാർത്ഥത്തിൽ ആലപ്പുഴ മണ്ഡലത്തിൽ ത്രികോണ മത്സരമാണോ അതല്ല താങ്കൾ വന്നതോടുകൂടി കളം മാറിയോ? അല്ല, ത്രികോണ മത്സരമാവണമെന്നാണ് എൻ്റെ ആഗ്രഹം. അതിന് കേരളത്തിന്റെ മുഖ്യമന്ത്രി കൂടി വിചാരിക്കണം. കാരണം ചക്കിട്ടപ്പാറയിലെ ഖനനത്തിന് നേതൃത്വം കൊടുത്തത് മഹാരാഷ്ട്രയിലെ MSP കമ്പനിയുമായിട്ട് കൂട്ടുകൂടിയിട്ട് അവിടെ അയനോറാണ് അത് കൊണ്ടുപോകാൻ വേണ്ടി പരിശ്രമിച്ച ആളാണ് അന്നത്തെ എളമരം കരീം, വ്യവസായ വകുപ്പ് മന്ത്രി. ആ എളമരം കരീമിന്റെ എതിരായിട്ട് വിജിലൻസ് അന്വേഷണം വന്നു. ആ വിജിലൻസ് അന്വേഷണം വന്ന സമയത്ത് 1.5 കോടി രൂപ കരീമിന്റെ കാറിനകത്ത് ഉണ്ടായിരുന്നു എന്ന് ഞാനല്ല പറഞ്ഞത്, കരീമിന്റെ ഡ്രൈവറാ പറഞ്ഞത്. ആ വിജിലൻസ് അന്വേഷണത്തിന്റെ റിപ്പോർട്ട് പൂഴ്ത്തിവെക്കപ്പെട്ടിരിക്കുകയാണ് കേരളത്തിന്റെ മണ്ണിൽ. അപ്പൊ ചക്കിട്ടപ്പാറയിലെ ഖനനവും കർത്തയുടെ ഖനനവും ബിനാമി ഇടപാടുകളും എല്ലാം ചേർന്ന് വരുമ്പോൾ ഇവിടെ ത്രികോണ മത്സരം ഉണ്ടാകാതിരുന്നാൽ അത് മാർക്സിസ്റ്റ് പാർട്ടിക്ക് കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ ഏൽക്കാൻ പോകുന്ന ഒരു അടികൂടിയായിരിക്കും. അവനവന്റെ വോട്ട് അവനവന്റെ പെട്ടിയിൽ പിടിച്ചേ പറ്റൂ ഇത്തവണ എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ താങ്ക് യു. നമ്മൾ ഏറെ നേരം സംസാരിച്ചു. കുടുംബത്തിൽ നിന്ന് തുടങ്ങി വളരെ ഗുരുതരമായ ഒരു ആരോപണത്തിലേക്കാണ് ശോഭ എത്തുന്നത്. ശോഭ എപ്പോഴും കയ്യിലെന്തെങ്കിലും ഒരു സർപ്രൈസ് കരുതി വയ്ക്കും. ശോഭയായിട്ട് നമ്മൾ അഭിമുഖം ചെയ്യാൻ പോകുന്ന സമയത്ത് ആർക്കെങ്കിലും എതിരെ ഒരു ശക്തമായിട്ടുള്ള ആരോപണം ഉന്നയിക്കും. അതിൽ എവിടെയെങ്കിലും ഒക്കെ വാസ്തവങ്ങൾ കാര്യം ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല. ഞാനാണല്ലോ ആദ്യമായിട്ട് പ്രകാശ് ബാബു നമ്മുടെ പിണറായി വിജയന്റെ മകന്റെ അമ്മായി അച്ഛൻ ഇത്തരത്തിലുള്ള ബിസിനസ് ഉണ്ട് എന്ന് പറഞ്ഞത് എന്നെ കാണാൻ വേണ്ടി ഒരു റിസർച്ച് ചെയ്തിട്ടുണ്ട്. ആലപ്പുഴ മണ്ഡലത്തിലേക്ക് വരുന്നതിന് ഒരു റിസർച്ച് ചെയ്തിട്ടുണ്ട്. അല്ല, ഞാൻ ഓൾറെഡി ഈ ആലപ്പുഴ മണ്ഡലത്തിലെ ഈ കരിമണൽ കർത്തയ്ക്കെതിരെ മഹിളാ മോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷയായിരിക്കുന്ന സമയത്ത് സമരം നടത്തിയ ആളാണ്. അന്നാണ് കോൺഗ്രസിന്റെ, അതായത് ഇവിടുത്തെ CITU-വിനും INDUC-യും കൂടി ഒരുമിച്ച് ഒരേ കാര്യത്തിൽ നിന്നു, കർത്തയുടെ കാര്യത്തിൽ. അപ്പോ മാത്രമല്ല, നോക്കുകൂലി പുസ്തകത്തിൽ പേരുണ്ടല്ലോ എല്ലാവരുടെയും. ആ പുസ്തകത്തിൽ കർത്ത എനിക്ക് പൈസ തരാമെന്ന് പറഞ്ഞില്ല. അല്ല, ശ്രീമാൻ അരുൺ, കർത്ത എത്ര കോടി വേണമെങ്കിലും എനിക്ക് തരാൻ തയ്യാറാണല്ലോ. ഞാൻ ആദ്യം വന്നിറങ്ങിയ സമയത്ത് പറഞ്ഞല്ലോ കർത്തയുടെ ഏജന്റ് എന്നെ കാണാൻ വന്നു. കർത്തയുടെ ഏജന്റ് പറയുന്നത് എന്താണ്, നിങ്ങൾക്ക് സ്വന്തമായിട്ട് വീടുണ്ടോ? ഇല്ല. നിങ്ങളുടെ കയ്യിൽ കോടികളുണ്ടോ? ഇല്ല. അപ്പൊ നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും കർത്ത മാറ്റി തരാമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അല്ല, അതിനെ കുറിച്ച് സംസാരിക്കേണ്ട കാര്യമില്ലല്ലോ. കാരണം ഞാൻ വന്ന ആളോട് പറഞ്ഞു, നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളല്ല. കാരണം ഞാൻ ഇന്ന് എന്റെ മകന്റെ ചെലവിൽ ജീവിക്കുകയാണ്. എന്റെ മകൻ എന്നോട് പറയുന്നത്, അമ്മ എനിക്ക് ഏതാണ്ട് ഒരു 88 ലക്ഷം രൂപ തരാനുണ്ട് എന്നാണ് പറഞ്ഞത് കഴിഞ്ഞ ദിവസം. അപ്പം 88 ലക്ഷം, കാരണം എൻ്റെ മകൻ്റെ വലിയ ശമ്പളം ജർമ്മനിയിൽ അദ്ദേഹം പ്രൊഫസർ ലെക്ചറായിട്ട് ജോലി ചെയ്യുന്നത് 18 വയസ്സ് മുതൽ അധ്വാനിക്കാൻ തുടങ്ങിയ ഒരു കുട്ടിയാണ്. ട്യൂഷൻ എടുക്കുന്ന പൈസ വലിയ ഇപ്പം ഗൂഗിളിനകത്ത് എന്തൊക്കെയോ ജോലികൾ ചെയ്യുന്നുണ്ട് പഠിക്കുന്ന സമയത്ത്. അപ്പം ഓക്കെ, നമുക്ക് അവസാനിപ്പിക്കേണ്ട സമയമായി. വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ശോഭാ സുരേന്ദ്രൻ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ഉന്നയിക്കാൻ പോകുന്നത്. ഞാൻ പറയുന്നത് സമൂഹത്തോട് ശ്രീമാൻ അരുൺ, ഒന്നുകിൽ കർത്തയും കർത്തയുടെ ലോബിയും ചേർന്ന് എന്നെ കൊല്ലണം, അല്ലെങ്കിൽ ആലപ്പുഴയിൽ നിന്ന് കർത്തയെ ഞാൻ മണിച്ചിത്ര താഴിട്ട് പൂട്ടും. ഇത് ശബ്ദമാണ്. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഇതൊരു ദൃഢനിശ്ചയത്തോടു കൂടിയാണ് അപ്പോൾ ശോഭാ സുരേന്ദ്രൻ എത്തിയിരിക്കുന്നത്. അപ്പോൾ കളം മാറിയെന്ന് പ്രേക്ഷകർക്ക് മനസ്സിലായല്ലോ. ആലപ്പുഴയിൽ ഇനി അടുത്ത പോരാട്ടത്തിന് കളമൊരുങ്ങിയിരിക്കുകയാണ്. ശോഭയാണ് നമുക്കൊപ്പം ഉള്ളത്. അപ്പോൾ നല്ല ചമ്മന്തിയും ദോശയൊക്കെ ആയിട്ട് ഞങ്ങൾ അങ്ങോട്ട് ചെറിയ പോളിംഗ് തുടരുന്നു. യഥാർത്ഥ പോളിംഗ് വരുമ്പോൾ നമുക്കറിയാം ആര് പറയുന്നതിൽ വാസ്തവമെന്ന് ജനങ്ങൾ വിശ്വസിക്കുന്നുവെന്ന്.